ഗസ സമാധാന ചിറകിലേക്ക് പറക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഹമാസ് വെടിനിർത്തലിനോട് യോജിച്ചു, പക്ഷേ ഇസ്രായേൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഈ വെടിനിർത്തൽ നടപ്പാക്കണമെന്നുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമം വിജയിച്ചു, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് വിജയിച്ചു എന്നൊന്നും പറയാറായിട്ടില്ല. വാസ്തവത്തിൽ ജോ ബൈഡൻ്റെ ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റാണത്. ഇറങ്ങുന്നതിന് മുമ്പ് പാലസ്തീൻ പ്രശ്നത്തിന് താൽക്കാലികമെങ്കിലും ഒരു വെടിനിർത്തൽ കൊണ്ടെങ്കിലും ചെറിയൊരു പരിഹാരം ഉണ്ടാക്കിയത് താനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിശ്രമം. അത് ഇപ്പോൾ ദോഹയിൽ വെച്ചാണ് ഇവരുടെ ചർച്ച നടന്നത്. ഖത്തറും ഈജിപ്റ്റുമാണ് മുൻകൈ എടുക്കുന്നത്. ഹമാസിന് വേണ്ടി സംസാരിക്കുന്നത് ഖത്തറും ഈജിപ്റ്റുമാണ്. ഇസ്രായേലൊന്നും മിണ്ടാത്തത് അതുകൊണ്ടാണ്. ഇസ്രായേലിന് ഹമാസിനെ വിശ്വാസം പോരാ. ബട്ട് ഇസ്രായേൽ ബാക്ക്ഡോർ ഡിപ്ലോമസിയിലൂടെ സമ്മതിച്ചതായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഇവർ 251 പേരെ പിടിച്ചുകൊണ്ട് വരുന്നു അന്ന് കഴിഞ്ഞ ഒക്ടോബർ 7. അപ്പോൾ അതിൽ ഇപ്പോൾ ബാക്കിയുള്ളതിൽ 34 പേരെ കൂടെ അവർ വിടും. ആദ്യഘട്ടം അത് 16 ദിവസത്തിനുള്ളിൽ വിടണം. വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം 42 ദിവസമാണ്. പക്ഷേ 16 ദിവസത്തിനുള്ളിൽ ഈ 34 പേരെ വിടണം. ഈ 34 പേര് ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹമാസിന് ഉത്തരയില്ല. ഉണ്ടാകാം എന്നേ പറയുന്നുള്ളൂ. 34 എത്ര പേര് ശവമായിട്ട് തിരിച്ചു കിട്ടും, എത്ര പേര് ജീവനോടെ കിട്ടും എന്നറിയില്ല. ആ സ്ഥിതിയാണ്. ഇത് ഇരിക്കുമ്പോൾ പോലും ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. ഇന്നലെയും അവർ 26 പേരെ കൊന്നു. അതെ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഹമാസ് നേതാവ് ഉണ്ടായിരുന്നു എന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. സോ ഇസ്രായേൽ ഈ യുദ്ധം തുടരുകയാണ്. 56,000 കഴിഞ്ഞു മരണസംഖ്യ. പരിക്കേറ്റവർ 100,000-ആണ്. എന്നിട്ടും ഇസ്രായേൽ നിർത്തുന്നില്ല. അതിനിടയ്ക്കാണ് ഈ വാർത്തകൾ പുറത്തു വന്നത്. ഇത് ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, അവർ തമ്മിലൊരു ഷേക്ക് ഹാൻഡ് നടന്നു എന്ന് ഞാൻ കേട്ടു. ഇതാണ് ട്രംപിൻ്റെ റിയാക്ഷൻ. അങ്ങനെ ഒരു കൈ കൊടുക്കൽ നടന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ എൻ്റെ നോട്ടത്തിൽ ഇപ്പോൾ വെടിനിർത്താൻ പറ്റിയ സമയമാണ് ഇസ്രായേലിന്. കാരണം ഈ ട്രാൻസിഷൻ പീരീഡ് ഒന്നുമില്ല. ബൈഡൻ ഏകദേശം പോയി കഴിഞ്ഞു, ട്രംപ് വന്നു കഴിഞ്ഞു. ആ ഫോർമാലിറ്റി മാത്രമേ ബാക്കിയുള്ളൂ. മാത്രമല്ല ഇസ്രായേലിൻ്റെ കയ്യിൽ ലാർജ് ഏരിയ ഓഫ് ലെബനൻ ഇസ്രായേലിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു. സിറിയയിലെയും കുറേ അധികം പ്രദേശം, ഗോലാൻ ഹൈറ്റ്സൊക്കെ ഇസ്രായേൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വാസ്തവത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം വലുതായി. ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ഓരോ യുദ്ധം കഴിയുമ്പോഴും ഇസ്രായേലിൻ്റെ വലിപ്പം വർദ്ധിക്കും. പിന്നെ ആ വർദ്ധിപ്പിച്ച വലിപ്പം തിരിച്ചു പിടിക്കാനായിരിക്കും അടുത്ത യുദ്ധം. അപ്പോഴും ഇസ്രായേലിന് നഷ്ടപ്പെടുന്നൊന്നുമില്ല. എക്സ്ട്രാ ആയിട്ട് പിടിച്ച സ്ഥലം വീണ്ടും വേണമെങ്കിൽ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഇസ്രായേൽ ചുരുങ്ങുന്നില്ല. വിശാല ഇസ്രായേലായിട്ട് മാറും. ഇപ്പോൾ ഇസ്രായേൽ അവരുടെ ടാർഗറ്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ വിശാല ഇസ്രായേൽ എന്ന് തന്നെ. അതായത് ലെബനൻ ഇല്ലാതെയാകും, സിറിയ ഇല്ലാതെയാകും. ലെബനനും സിറിയയും ഇസ്രായേലും ഈ വെസ്റ്റ് ബാങ്കും ഒക്കെ ചേർന്ന ഒരു വിശാല ഇസ്രായേൽ അവർ സൃഷ്ടിക്കും. ആ രീതിയിലേക്ക് അവർ ചിന്തിച്ചു തുടങ്ങി. കാരണം അവരെ വെല്ലുവിളിക്കാൻ ആരുമില്ല. ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് അമേരിക്കൻ പിന്തുണയോടെയാണ് ഇസ്രായേൽ ഇതൊക്കെ ചെയ്യുന്നത്. ശരിയാണ്, പിന്തുണയൊക്കെ ഉണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയുകയുമില്ല. അത്രയധികമാണ് ഇസ്രായേൽ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ബ്യൂറോക്രസിയിൽ, അമേരിക്കയിലെ ബിസിനസ്സിൽ എല്ലാം ഇസ്രായേലിൻ്റെ സാമാന്യം നല്ല പിടിയുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പിടിയിൽ നിന്ന് അമേരിക്കയ്ക്ക് മോചനമില്ല. ഇസ്രായേൽ പറയുന്നിടത്ത് അമേരിക്കയ്ക്ക് എഗ്രി ചെയ്യേണ്ടി വരും. അമേരിക്ക യുണൈറ്റഡ് നേഷൻസിൽ നേരെ തിരിച്ച് നിലപാടൊക്കെ എടുക്കും. നിങ്ങളും കൂടെ ചേർന്ന് പാസ്സാക്കിയ പ്രമേയമില്ല, അവൻ കേൾക്കുന്നില്ല. എന്ത് ചെയ്യാനാണ് ചേട്ടാ? അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവനങ്ങനെ ആയിപ്പോയി. ഈ ഒരു വീട്ടിലൊരു തല്ലിപ്പൊളിയായ മകൻ്റെ അച്ഛൻ പറയാറില്ലേ, ഞാൻ എന്ത് ചെയ്യാനാണ്, അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതേസമയം അവൻ കയറി വരുമ്പോഴൊക്കെ ഈ അമ്മവന് ശാപ്പാട് കൊടുക്കും, എല്ലാ സൗകര്യവും ചെയ്ത് കൊടുക്കും. വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കുന്നൊന്നുമില്ല. നാട്ടുകാർ ചോദിക്കും, പറയും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഒഴിഞ്ഞു, ഇങ്ങനൊരു മകനേ ഇല്ല എന്നൊക്കെ പറയും. ഇതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രിയപുത്രനെ അവർ വിടാൻ പോകുന്നില്ല.
അപ്പോൾ ഇസ്രായേലിൻ്റെ ടേംസിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇവരിപ്പോൾ അങ്ങോട്ട് വെച്ചിരിക്കുന്നൊരു സംഗതിയാണ്, ചേട്ടാ ഞങ്ങളൊരു 34 പേരെ കൂടെ വിട്ടുതരാം. 34 ഇത് മുഴുവൻ വിട്ടുകൊടുത്താൽ എന്താ? എന്തിനാണ് ഈ 34 വെച്ച് നിർത്തുന്നത്? കംപ്ലീറ്റ് ഇവരെ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറയുക, ബന്ദികളെ അങ്ങോട്ട് കൊടുക്കാം. അതല്ലേ അതിൻ്റെ ഒരു മാന്യത. നിങ്ങളൊരു വെടിനിർത്തൽ ആവശ്യമാണെങ്കിൽ ശരി, വെടിനിർത്തൽ ആവശ്യമാണ്, ഒക്ടോബർ 7 മുമ്പുള്ള സമയത്തേക്ക് പോവുക. ഇത്രയും ആൾക്കാർ മരിച്ചുപോയവരെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റില്ല, ബാക്കി നിങ്ങളുടെ കയ്യിലിരിക്കുന്നവരെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യും, എന്നിട്ട് വെടിനിർത്താം. അതാണ് ഒരു മാന്യത. അല്ല അത് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഞങ്ങൾ തരാം, ഇൻസ്റ്റാൾമെൻറ്റ് വെടിനിർത്തലും ഉണ്ടാകും. അങ്ങനെ ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. 6 ദിവസം നിർത്തിവെച്ചു, 2 ദിവസം നിർത്തിവെച്ചു, മരുന്ന് കൊണ്ടുപോട്ടെ, ആംബുലൻസ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തിവെച്ചു. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. അതേസമയം ഇസ്രായേലിന് ഓഫ് കോഴ്സ് ഇൻറ്റേർണൽ പ്രഷറുണ്ട്. ഈ ബന്ദികളുടെ ബന്ധുക്കൾ അവരുടെ പ്രകടനം, അവരിപ്പോൾ നാളെയാണെന്ന് തോന്നുന്നു അവർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുന്നുണ്ട്, പുള്ളി അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രയാസവും നോക്കണമല്ലോ. അതെ, ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോയാൽ കുടുംബക്കാർക്കുണ്ടാകുന്ന വിഷമം, അതുമാത്രമാണ് ഇസ്രായേൽ പരിഗണിക്കുന്ന ഒരു ഘടകം. അതല്ലെങ്കിൽ ഇസ്രായേലിന് ഇത് വെടിയെ നിർത്തേണ്ട, വെടി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നവർ, അതാണ് അവരുടെ നേച്ചർ. ഈ ഒരു ചെറിയ വീക്ക്നെസ് അവർക്ക് കിടക്കുന്നു. സ്വന്തം ആൾക്കാരവൻ്റെ കയ്യിൽ ഉണ്ട്, അത് വെച്ചിട്ടാണ് അവനെയും വിലപേശുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ഘട്ടമായ 42 ദിവസത്തിൻ്റെ 16 ദിവസം അത് ചിലപ്പോൾ നടന്നു എന്ന് വരും. 16 ദിവസത്തിന് മുകളിലേക്ക് ഇത് പോകണമെങ്കിൽ പിന്നെ ട്രംപ് ബലമായിട്ട് ഇടപെടുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അപ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം, ഈ വിശാല ഇസ്രായേലിൻ്റെ ഭാഗമായി ഗസയും വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ ഓൾറെഡി പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം മുഴുവൻ പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതെന്തായാലും ഇസ്രായേൽ സമ്മതിക്കില്ല. ഇസ്രായേൽ സമ്മതിച്ച ഒരു കാര്യമുണ്ട്. ഈ ഗസ എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് സ്വയംഭരണം കൊടുത്ത് ഫത്താ പാർട്ടി അവിടെ അധികാരത്തിൽ വന്നു. ഫത്താ പാർട്ടിയെ ജനാധിപത്യ മാർഗത്തിലൂടെയെല്ലാം വെറുതെ അട്ടിമറിച്ച് ആയുധധാരികളായ ഹമാസ് ഭരണം കൈയടക്കി. ഭരണം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ഭരിക്കാനാണ്? ഒന്നുമില്ല, ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഉള്ളിലെ കൊച്ചി, ആ കൊച്ചിയുടെ മേയർ ആരാണ്? ഇതാണ് ഗസയുടെ സ്റ്റാറ്റസ്. അപ്പോൾ അത് ഫത്താ പാർട്ടിയുടെ കയ്യിലായിരുന്നു. കൊച്ചി മേയറെ ഒരു ദിവസം കുറേ ഗുണ്ടകൾ വന്നിട്ട് അടിച്ച് പുറത്താക്കിയിട്ട് ഞങ്ങളാണ് കൊച്ചി ഭരിക്കുന്നത്. അപ്പോഴുമൊക്കെ പിണറായി വിജയൻ ശരി ഗുണ്ടകളുടെ കയ്യിലേക്ക് പോയി ഇരിക്കട്ടെ. ആ ഗുണ്ടകളെ പിണറായി വിജയൻ വെടിവയ്ക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് ഗസ. ഇത്രയേ ഉള്ളൂ ഗസ. അല്ലാതെ ഗസ ഒരു പ്രത്യേക രാജ്യമോ സംഗതിയോ ഒന്നുമല്ല. ഗസയെ 4 വശത്തു നിന്നും ഇസ്രായേൽ വീണ്ടും ഗസ എന്ന് പറയുന്ന സാധനത്തെ ചെറുതാക്കി, വടക്കുന്നും തെക്കുന്നും കിഴക്കുന്നും പടിഞ്ഞാറും നോക്കി ചെറുതാക്കി. ഗസയ്ക്ക് ഇപ്പോൾ കടൽ തീരം പോലും ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കൊച്ചി ഉദാഹരണം എടുക്കുക, GCDയുടെ ലിമിറ്റ്സ് പിണറായി വിജയൻ അങ്ങ് ചെറുതാക്കുന്നു. പള്ളുരുത്തി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങളെയൊക്കെ മറ്റ് ജില്ലയിലേക്ക് ലയിപ്പിക്കുന്നു. കോർപ്പറേഷൻ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. ഇതുപോലെ ഗസയെ ഇവർ ചെറുതാക്കിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് കേരള പോലീസിനെ വിന്യസിക്കുന്നു. ഇവിടെ ഗുണ്ടകളുടെ ഭരണമാണ് കൊച്ചിയിൽ, അവിടെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. ഇതിനകത്ത് പോലീസ് ആക്രമിക്കുന്നു. ഇതാണ് ഗസയിലും സംഭവിക്കുന്നത്. അപ്പം ഇസ്രായേൽ ആകെ ചെയ്തിരിക്കുന്നത് ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തെ പോലീസുകാരുടെ എണ്ണം വേണമെങ്കിൽ ഞാൻ കുറച്ച് തരാം. ദിസ് ഈസ് വാട്ട് ദേ ഹാവ് ഡൺ. ആ ഈജിപ്റ്റ് അതിർത്തിയിലുള്ള കോറിഡോർ, അത് എന്തോ 200 മീറ്ററോ മറ്റോ ആണ്. അപ്പോൾ അത് അവിടെയുള്ള പട്ടാളത്തിൻ്റെ വിന്യാസം ഞങ്ങൾ കുറയ്ക്കാം. അതേസമയം വടക്കുവശം, അതായത് GCDA ലിമിറ്റ് ആലോചിച്ച് നോക്കിയോ, എടപ്പള്ളി അല്ലെ കളമശ്ശേരിയുടെ അവിടെ വന്ന് അവിടെ ഇവർക്ക് 200 മീറ്റർ ഗ്യാപ്പാണ് ഈ പെട്രോളിങ്ങിനുള്ള ഗ്യാപ്പ്. അത് 2000 കൂട്ടണം, 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഇത് പാലാരിവട്ടത്തേക്ക് വരും ഇസ്രായേൽ സേന. അതാണ് വടക്ക്. ഈ തെക്ക് ഞങ്ങൾ കുറച്ച് തരാം, പക്ഷേ വടക്ക് ഞങ്ങൾ കൂട്ടും. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനായിട്ട് ഇത് ഹമാസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
പിന്നെ വാർത്തകൾ വരുമ്പോൾ എന്തിനാ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചു, ഇനി ഇസ്രായേലാണ് തീരുമാനമെടുക്കുന്നത്? എന്തിനാ ഹമാസ് അംഗീകരിക്കുന്നത്? ഇസ്രായേലല്ലേ ശരിക്കും ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കണ്ടേ? അതെ, അല്ല, ഇതാണ് ഇസ്രായേൽ എന്നും പറയുന്ന കാര്യം. ഹമാസ് ആരാണ്? ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. ഇപ്പോൾ ഭാരതത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഇതുപോലെ വെടിവെപ്പും സംഗതിയൊക്കെ ഉണ്ടാക്കുന്നു. ജെയ്ഷെ മുഹമ്മദുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കരാറുണ്ടാക്കുന്നു. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് പറയുന്നു ഞങ്ങൾ കരാർ സമ്മതിച്ചു. മോദിയുടെ നിലപാട് എന്തായിരിക്കും? നീ എന്ത് കരാർ സമ്മതിച്ചോ കൂടാ. ദിസ് വിൽ ബി, കാരണം ഇതിൻ്റെ ഈ നേഷൻ എന്ന് പറയുന്നത് ഭാരതമാണ്. അതിനകത്ത് തെമ്മാടികളാണ് ജെയ്ഷെ മുഹമ്മദ്. ഇതുപോലെ ഹമാസിനെ അംഗീകരിക്കണമെങ്കിൽ ഹമാസ് ആരാണെന്നാണ് ഇസ്രായേലിൻ്റെ ചോദ്യം. ഹമാസ് യുണൈറ്റഡ് നേഷൻസിൽ മെമ്പറാണോ? അല്ല. നിങ്ങൾ ആരുമല്ലേ, നിങ്ങളൊരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. ഒരു രാജ്യമല്ല, ഒന്നുമല്ല, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. ഇപ്പം നിങ്ങളുമായിട്ട് എന്ത് ചർച്ച ചെയ്യാൻ? അതുകൊണ്ടാണ് ഹമാസുമായിട്ട് ഡയറക്റ്റ് അവർ ചർച്ച ചെയ്യാത്തത്. ഒരിക്കലും ഹമാസുമായിട്ട് ഇസ്രായേൽ ചർച്ച ചെയ്തിട്ടില്ല. ഇസ്രായേലിൻ്റെ ചർച്ച ഈജിപ്റ്റ്, ഖത്തർ, മറ്റാരുമായിട്ട് അവർ പറഞ്ഞു യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച ഏത് രാജ്യവുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാം. ബട്ട് പാലസ്തീനുമായിട്ട് ചർച്ചയില്ല. കാരണം പാലസ്തീനെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ അവരോട് സംസാരിക്കില്ല. പാലസ്തീന് പേരിനൊരു പ്രധാനമന്ത്രിയോ ആരോ ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ന്യൂഡൽഹിയിൽ എംബസിയൊക്കെ ഉണ്ട് പാലസ്തീൻ. പക്ഷേ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല. ഇതാണ് പാലസ്തീൻ്റെ കഥ. അപ്പോൾ ഹമാസിനോട് എന്ത് ചർച്ച ചെയ്യാമെന്നാണ് ഇസ്രായേലിൻ്റെ ചോദ്യം. ഹമാസിന് ചർച്ച ചെയ്യേണ്ട, ഞങ്ങളോട് ചർച്ച ചെയ്യുന്നു ഖത്തർ പറയുന്നു. ശരി, ചേട്ടനോട് ചർച്ച ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഹമാസിൻ്റെ കണ്ടീഷൻസൊക്കെ ഇസ്രായേൽ കേട്ടതായിട്ട് പോലും ഭാവിക്കുകയില്ല. ഏതായാലും ട്രംപ് വന്നിട്ട് നോക്കാം ഇനിയിപ്പോൾ, അങ്ങനെ സംഭവിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.